ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രുതി മോൾസ് യൂട്യൂബ് ചാനൽ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്രമായ സ്വാഗതം. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി. വാട്ട് ഐ ഡു ഇസ് എൻ്റർടൈൻമെൻറ്റ്. സോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻ കറിയാണ്. മീനിൻ്റെ ഐറ്റംസ് എല്ലാം ഒന്നുമില്ല. മീൻ കറി, മീൻ വറ്റിച്ചത്, മീൻ വറുത്തത്. ഗൈസ്, നമുക്ക് കടയിൽ പോയി മീൻ മേടിച്ചുകൊണ്ട് വരണം. മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് വെട്ടി കറി വെക്കണം. സോ എല്ലാവരും റെഡിയാണോ? നമുക്ക് കടയിലേക്ക് പോവാം. ബാംഗ്ലൂരിലുള്ള TC പാളയത്തുള്ള ഒരു മീൻ ഷോപ്പിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. മീനെയൊക്കെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ട് കിടക്കുമായിരുന്നു. അത്രയും വലിയ മീനുകളാണ്. പേരൊന്നും എനിക്കറിയില്ല, ചില പേരുകൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അയില, പിന്നെ ഇതെന്താ കണവ, പിന്നെ വേളൂരി, അങ്ങനത്തെ, പിന്നെ ക്രാബ്, ഇങ്ങനത്തെ മീനുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു അങ്കിള് വെട്ടി വൃത്തിയാക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കുലുക്കി സർബത്ത് അടിക്കുന്ന പോലെ നല്ല രീതിയിൽ ഇങ്ങനെയും വൃത്തിയാക്കാം എന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ കരുതി. ഇങ്ങനെ മീനൊക്കെ വെട്ടി ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ കഴുകണം എന്ന്. എന്നിട്ട് പാക്കറ്റിലാക്കി വൃത്തിയായിട്ട് ഞങ്ങൾക്ക് തന്നു. മീൻ വേളൂരിയാണ് മേടിച്ചത്. അപ്പം മേടിച്ച് വന്നു. ശ്രീകൃഷ്ണ മംഗളൂരു ഫിഷ് സ്റ്റോൾ എന്നാണ് കടയുടെ പേര്. സോ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ട് ചാക്കപ്പൻ എന്ന് പറഞ്ഞൊരു മലയാളിയുടെ കേരള സ്റ്റോറ്, ആ സ്റ്റോറിൽ കയറി കുറച്ച് മാങ്ങ മേടിക്കാമെന്ന് കരുതി. മീൻകറി ഉണ്ടാക്കുമല്ലേ, അപ്പം മാങ്ങ വേണ്ടേ. മാങ്ങ നോക്കിയപ്പോൾ മാങ്ങ പഴുത്തിരിക്കുന്നു. അപ്പം പഴുത്ത മാങ്ങ വെച്ചിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, പുളിയല്ലേ വേണ്ടേ. അപ്പം ഞങ്ങൾ മാങ്ങ അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ വേറെ സാധനങ്ങളൊക്കെ നോക്കി. അങ്ങനെ കപ്പ മേടിച്ചു. കപ്പയും മീൻകറിയും നല്ല കോമ്പിനേഷനല്ലേ. അപ്പം കപ്പ കുഴയ്ക്കാമെന്ന് കരുതി കപ്പ മേടിച്ച്. പിന്നെ അച്ഛൻ അവിടെ ഒരു ഊന്നുവടി കണ്ടപ്പോൾ അത് മേടിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് മേടിച്ച്. എന്നിട്ട് അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. നാടൻ ഐറ്റംസായ എല്ലാ കേരളക്കാർക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ആ കടയിൽ കിട്ടും. ഫൈനലി 536 രൂപയായി. മീൻ കറി ഉണ്ടാക്കാൻ പോകുവാണ് ഗൈസ്. ആദ്യമായി ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി ഇതെല്ലാം വാട്ടുക. ഓക്കെ, വാടി കഴിഞ്ഞു. ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എത്ര സ്പൂൺ ഇടണം? ഒരു 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ. ഒരു 1 കിലോ മത്തിയുണ്ട്, അതിൽ ഒരു 4 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഞങ്ങൾ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഇത് ഞങ്ങളുടെ സ്പൂണുണ്ട്, ചെറുതാ, ഉലുവാപ്പൊടി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി 3-4 അല്ലി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഇതെല്ലാം കൂടെ എണ്ണയിൽ നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ നല്ല മണം വരുന്നിടം മേലെ, കരിക്കരുത്, മണം വരുന്നിടം മേലെ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വാട്ടിയെടുക്കണം. അത് മുളക് പൊടിയുടെയൊക്കെ മണം, പച്ചമണം മാറണം. മല്ലിപ്പൊടി കൂടുതലിട്ടാൽ കറി വെക്കുമ്പോൾ മല്ലിയുടെ സ്വാദ് മുന്തി നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കുറച്ചേ എടുത്തുള്ളൂ, ഒരു 1/4 ടീസ്പൂൺ. ഞാൻ നിങ്ങൾക്ക് മീൻ കാണിച്ചു തരാം. ദാണ്ടെ മത്തി വെട്ടി കഴുകി ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കണം. ഇത് ചൂടല്ല, വേളൂരി വറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ: ഇഞ്ചി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങ. ഓക്കെ, ഇതെല്ലാം കൂടെ
ചതയ്ക്കണം, മിക്സിക്കകത്ത് ചതച്ചെടുക്കണം. ഇതെന്താ ഞുറുക്കാഞ്ഞത്? ചെറിയ ജാറിൽ തോരൻ വെക്കുന്ന പോലെ അരച്ചെടുത്തു. തോരൻ വെക്കുന്ന പോലെ അരച്ചെടുത്തിരിക്കുന്നു ഗൈസ്, മത്തിക്കറി വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാം അടുത്തത് തേങ്ങ. മത്തിക്കറിക്ക് തേങ്ങ പൊടിച്ചെടുത്തത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ എണ്ണയെ വാട്ടിയെടുത്ത് ഇത് കൂടി ഇട്ട് കൊടുക്കാം ജാറിൽ. ഇനി വെള്ളം ഒഴിച്ച് അരക്കണം. വാവ്, സൂപ്പർ. അപ്പം നമ്മൾ മത്തിക്കറിക്കുള്ള അരപ്പ് റെഡി. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഗ്യാസ് ഓൺ ചെയ്യണം, ചട്ടി അടപ്പയിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മിശ്രിതം, അരപ്പ്, ഇനി അതിൽ 2-3 കഷ്ണം അമ്മ മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചേ? വറക്കാൻ. നമ്മൾ എന്തിനാ അരപ്പ് അരച്ച് ചേർക്കുന്ന മീനിനകത്ത്? അരപ്പ് കുറുകി കിട്ടാൻ. ചാറ് അതിൻ്റെ ചാറ് നല്ലതായിട്ട് കുറുകി കിട്ടും. അല്ലെങ്കിൽ വെള്ളം പോലെ വേണോ? ചാറ് കൂടുതൽ വേണോ? മീൻകറി കൊഴുപ്പുള്ള വേണോ? എന്നാൽ ഇങ്ങനെ വെച്ച് നോക്കൂ, നല്ല തിക്നെസ് ഉള്ള മീൻകറി കിട്ടും. ഓക്കെ, സോ അമ്മ വെള്ളം ഒഴിച്ച് ജാറൊന്ന് കുലുക്കി തക്കത്തെ ചെയ്തിട്ട് ഉപ്പിട്ടു. കുലുക്കി തക്ക എന്നിട്ട് ചട്ടിക്കകത്ത് ഒഴിച്ചു. ഇളക്കി നോക്കട്ടെ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഉപ്പിടാൻ മറക്കരുത്. അല്പം ഉപ്പിട്ട് ഇളക്കി കൊടുക്കുക. തിക്നെസ് കണ്ടില്ലോ? കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഇനിയും വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, സോ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കാവുന്നതാണ്. എങ്ങനെ ഇരിക്കും? സാധാരണ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഓൾറെഡി യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ള കറികളായിരിക്കും, മീൻ കറികളായിരിക്കും. പക്ഷേ ശ്രുതി മോളിൻ്റെ ചാനലിൽ നിന്ന് കാണുന്ന മീൻകറി അത് ഡിഫറെൻ്റ് അല്ലേ? സോ ഈ കറി ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അമ്മ പറയുന്നത് പച്ചമുളക് ഇടണം. ശരി, ആയിക്കോട്ടെ, നമുക്ക് പച്ചമുളക് ഇടാം. ഇത് കണ്ടോ ഗൈസ്, ഒരു മീനിൻ്റെ കണ്ണ് തെള്ളിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അത് എത്തി നോക്കുന്നു. പാവം മീൻ വിചാരിക്കുക, കടലിൽ കടന്ന് നീന്തണ്ട ഞാൻ ചട്ടി കടന്ന് നീന്തുവാണല്ലോ. പച്ചമുളക് ഇട്ടു. ഓക്കെ, പച്ചമുളക് ഇട്ടു. പുളി സിറപ്പാണ് ഉപയോഗിക്കുന്നത്. എന്ത് സിറപ്പാ മമ്മി ഉപയോഗിക്കുന്നേ? ഇതാണ് ഞങ്ങളുടെ പുളി സിറപ്പ്. ഇത് എവിടുന്ന് കിട്ടിയതാ? അത് അച്ഛൻ്റെ ഫ്രണ്ട് കൊടുത്താ. ഓക്കെ, എന്തുവാ നമ്മള് പുളി സിറപ്പ് ഒഴിക്കുന്നു. എത്ര ഒഴിക്കുന്നു? ഒരടപ്പ് ആദ്യം ഒഴിച്ച് നോക്കാം. പുളി പോവില്ലെങ്കിൽ പിന്നോട്ട് ഒഴിക്കാം. വാനില എസൻസ് ചേർക്കുന്ന പോലെ ഉണ്ട് അല്ലേ? പക്ഷെ വാനില എസൻസ് അല്ല ഗൈസ്, പുളിയാണ്. പുളി സിറപ്പ്, പുളിച്ചാറ്. അമ്മ സിറപ്പ് എന്ന് പറയും, ഞാൻ ചാറെന്ന് പറയും. ഓക്കെ,
ഭയങ്കര ഇച്ചിരി വായ നാക്കി വെച്ചാലേ പുളിയാ. പിന്നെ 2 തക്കാളി ഇടുന്നുണ്ട്. അത് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് ഓക്കെ ഞാൻ അപ്പോഴത്തേക്ക് തോട്ടത്തിൽ പോയി 2 കരിയാപ്പല എടുത്തോളൂ. ഓക്കെ ഗൈസ്, അമ്മ തോട്ടത്തിലേക്ക് പോവുകയാണ്. എന്ത് പറിക്കാൻ? ഇപ്പം കാണിച്ചു തരാം. അങ്ങോട്ട് വന്നിരുന്നു. ആണ്ട് ഇതാണ് ഞങ്ങളുടെ കരിയാപ്പല. ഞാൻ ദൃഷ്ടി കിട്ടാതിരിക്കാൻ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് അമ്മ കരിയാപ്പല പിച്ചുന്നുണ്ട്. ഈ കരിയാപ്പലയാണ് നമ്മൾ മീൻ കറിക്ക് ഇടാൻ പോകുന്നത്. കരിയാപ്പല കാണിച്ചു. അപ്പോൾ നമ്മൾ തോട്ടത്തിൽ പോയി എന്ത് പറിച്ചുകൊണ്ട് വന്നു? കരിയാപ്പല പിടിച്ചുകൊണ്ട് വന്നു. ലൈറ്റ് വിമൻ ശ്രുതിമോളുടെ ഒപ്പം കുക്ക് ചെയ്യാൻ ഷെഫ് സുജാതയുണ്ട്. ഹായ് സുജാമ്മി, ഹായ്. ഓക്കെ, നമുക്ക് കരിയാപ്പല ഇട്ടേച്ച് തരാം. നമ്മൾ കരിയാപ്പല ഇടാൻ പോവാണ്. പുളി ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇനി കരിയാപ്പല. മീൻ കറി ഒന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, ഇനി ഒരു 15 മിനിറ്റ്. ഇനി ഒരു 15 മിനിറ്റ് വരെ വേകാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് അടുത്തതായി മീൻ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞളിട്ടോ, ഉപ്പ് ഇച്ചിരി മേളോട്ട് പൊക്കിയിടും, ഉപ്പിട്ടോ, കുരുമുളക് പൊടി, ആ കൈ കൊണ്ട് അതെ, കുരുമുളക് പൊടി ഇട്ടോ. മീൻ കറി ചട്ടിയിലിരിക്കുന്നു. കരിയാപ്പലപ്പൊടി, കരിയാപ്പല പൊടിച്ചിട്ടോ, മുളക് പൊടി ഇട്ടോ. ടീസ്പൂണ് ഒരു 1/4 സ്പൂൺ ഗരം മസാല. നമുക്കൊന്ന് മീൻ വരഞ്ഞിടാം. വരൂ സുഹൃത്തുക്കളെ, മീനെ ഒന്ന് വരഞ്ഞിടാം. ലൈൻ ഇട്ട് കൊടുത്താലേ മീന് വളഞ്ഞു കിട്ടത്തുള്ളൂ. വളഞ്ഞു കിട്ടുമല്ല, അതിൻ്റെ മസാല പിടിക്കാനാണ് വരല്ല, വളയാനല്ല. നീ ഇത് മിക്സ് ചെയ്യണം. ഇതെല്ലാം മസാല മിക്സ് ചെയ്തിട്ട്. ഓക്കെ, ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഒന്നും ഇല്ലേ? ഇഞ്ചി പൂണ്ടൊന്നും വറക്കാനിടത്തില്ല. എന്താ? എന്നിട്ട് ഇതിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. നോക്ക്, ഞങ്ങള് പച്ചക്കായിരിക്കുന്നത്. പച്ചക്ക് മീനെ മുളക് പൊടി ഇട്ട് എരിപ്പിക്കും. നോക്കിക്കോ. ഇട്ട് എണ്ണയൊന്നും തേക്കത്തില്ല. എണ്ണക്കകത്തോട്ടല്ലേ ഇടുന്നത്. ഇനി എന്തിനാ എണ്ണ കുളിപ്പിക്കുന്നത്? പിന്നെ എന്തിനാ ഇത് ഇടാത്തെ? എന്തുവാ വെള്ളം ഒഴിക്കാത്തെ? വെള്ളം ഞാൻ ഒഴിക്കത്തില്ല. അത് വേഗം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അതിനകത്ത് നോക്കൂ ഗൈസ്, പുതിയ ടിപ്പാണ്. പുതിയ ടിപ്പൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന അങ്ങനെ പഴയ ടിപ്പ് തന്നെ. എൻ്റെ ടിപ്പ് ഇങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പരീക്ഷണമാണ് ഞാൻ കാണിക്കുന്നത്. കത്തി ഒന്ന് മാറ്റി വെക്കുമോ? കണ്ടോ, നല്ലതായിട്ട് പിടിച്ചിരിക്കുന്നേ. വെള്ളം ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് പിടിക്കും. കണ്ടോ കണ്ടോ, എവിടെയെങ്കിലും പിടിക്കാനുണ്ടോ? പാലിൻ്റെ അവിടെ പിടിക്കാനുണ്ട്. പാലിൻ്റെ അവിടെ പിടിച്ച് വെളിയിലോട്ട് എറിയുന്നതാ. അല്ലാതെ ഞങ്ങൾ 4 പേർക്ക് 4 മീന്. അടുത്തതായി തക്കാളി അരിഞ്ഞിടുന്നു. അതിപ്പോ അരിഞ്ഞ് നോക്കട്ടെ, എന്നിട്ട് നമ്മുടെ മീൻകറി തിളച്ചു. മീൻകറി തിളച്ചിരിക്കുന്നു ഗൈസ്. നമുക്ക് നോക്കാം അതിന്റെ ടേസ്റ്റ്. പുളി, ഉപ്പ്, എരിവ് ഒക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാ പറഞ്ഞു ഒഴിയുന്നേ? കൊതി. പറ, എന്തൊക്കെ കൊതിയാ? പേക്കണ്ണ്, നായ്ക്കണ്ണ്, നരിക്കണ്ണ്, ഉപ്പ് വേണം. എല്ലാ കണ്ണും എടുത്തിട്ട് നമുക്ക് ഉപ്പ് മേടിച്ചോണ്ട് വരണം കേട്ടോ. ഉപ്പില്ല. ഞങ്ങൾ മാങ്ങ ഇല്ലായിരുന്നു, സോ മാങ്ങ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് പുളി രസം ഒഴിച്ചു. കൊടംപുളിയുടെ രസമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. കൊടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീനല്ല, നല്ല മത്തി കറിയുണ്ട്. അയല വറുത്തതില്ല, മത്തി മീൻ കറിയുണ്ട്.
കൊടംപുളി മത്തി പൊരിച്ചതുണ്ട്, മത്തി കറിയുമുണ്ട്. പിന്നെ 2 തക്കാളി അരിഞ്ഞിടുക. തക്കാളി, തക്കാളി ഇട്ടു. ഇനി 2 പച്ചമുളകും കൂടെ ഇടാം ലാസ്റ്റ്. നമ്മൾ ആദ്യം ഇട്ടതാണല്ലോ. ആദ്യം 2-3 ഇട്ടു. ഇനി ഒരു 2 കൂടെ ഇടണം ഇറക്കാൻ നേരം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, നമ്മൾ അടുത്തതായി കുറച്ച് പച്ചമുളകല്ല, പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് മീൻ പറ്റിക്കുന്നതിന് ഇടാൻ വെച്ചപ്പോൾ ഇല്ല. ഇനി തോട്ടത്തിൽ പോകണം. പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അരപ്പ്: തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, മഞ്ഞൾ എല്ലാം കൂടെ ചതച്ചത്. പുളിവെള്ളം, പുളിരസം, പുളി വാളം പുളി അല്ലല്ലോ, കൊടംപുളി രസം. ഗൈസ്, ഇതിനകത്ത് എന്തൊക്കെയാ ഇട്ടേക്കുന്ന മമ്മി ഒന്നും കൂടെ പറയ്. പച്ചമുളക്, ചുവന്നുള്ളി, തേങ്ങ, ഇഞ്ചി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഇട്ട് തോരൻ അരയ്ക്കുന്ന പോലെ അരക്കണം. ഇത് പുളി, പുളിയുടെ കുറച്ച് ഒരു തക്കാളി, ഈ കരിയാപ്പല, ഉപ്പ്, പാകത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം എടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കണം. ഇളക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യണം. ഞെരടി കൊടുക്കണം. ഞെരടിയല്ല, ഇളക്കി കൊടുക്കണം. ഞെരടരുത്. ഞെരടിക്കഴിഞ്ഞാൽ എന്താവും? പൊടിഞ്ഞു പോകും. മീൻ പൊടിഞ്ഞു പോകും. പിന്നെ ഒന്നും കിട്ടത്തില്ല. ചമ്മന്തി ആയിട്ട് തിന്നാം. കണ്ടോ? മീൻ തോരൻ, മീൻ പറ്റിച്ചത്. പിന്നെ എന്തൊക്കെ പേരുണ്ട്? മീൻ തോരൻ, മീൻ പറ്റിച്ചു. ഓക്കെ ഗൈസ്, നമുക്കിതിന് അടുപ്പേ വെക്കണം. മീൻ കറി നമുക്ക് അടപ്പേന്ന് മീൻകറി മാറ്റി വെക്കാം. കേട്ടോ, മീൻകറി കണ്ടോ? തിക്നെസ് കണ്ടോ? മീൻ വെന്തിട്ടുണ്ട്. നീന്തലൊക്കെ നിർത്തി ഇപ്പൊ കൊമ്മളകൾ വിട്ടോണ്ടിരിക്കുക. മത്തിക്കറി. മമ്മി സൂപ്പർ. നല്ല കൊഴുത്ത ഒന്നും കൂടി മത്തി എടുത്ത് കാണിച്ച്. ഓക്കെ, മത്തി അങ്ങനെ തിളക്കട്ടെ. നമുക്ക് ചട്ടിയിൽ മീൻ പറ്റിച്ചത് എടുത്ത് വെക്കാം. അടപ്പെടുത്ത് വെക്കട്ടെ. മീൻ വറക്കാൻ വെക്കണം. ചട്ടി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിൽ മീൻ വറ്റിച്ചത്, ഒരു ചട്ടിയിൽ മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്ലേറ്റിൽ മീൻ എണ്ണയിൽ കുളിക്കാൻ നീരാടാൻ വേണ്ടി കാത്തിരിക്കുന്നു. വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ വറക്കാൻ വേണ്ടി ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കാത്തിരിക്കുക. ഇനി എണ്ണ ചൂടാകട്ടെ. ചൂടായി, എണ്ണ ചൂടായി. എണ്ണ ചൂടായി. അടുത്തത് നമുക്ക് മീൻ പൊറുക്കി എടുത്തിടുക. നോക്കിക്കോ, മസാല മുങ്ങി കിടക്കുന്ന മീന് വെള്ളം ചേർക്കാതെ പെരട്ടി എടുത്ത്, വെള്ളം ചേർക്കാതെ പെരട്ടി എടുത്ത മസാല, പെരട്ടിയ മീൻ എണ്ണയിൽ കിടന്ന് കുളിക്കുന്നു. കുളിച്ചിട്ട്
അതിൻ്റെ നിറം മാറ്റുന്നു. എന്നിട്ട് നമുക്ക് രുചികരമായ മീൻ വറുത്തത് തരുന്നു. 4 മീൻ ഇട്ടു. കരിയാപ്പല ഇടണ്ടേ? കരിയാപ്പല പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ മമ്മി ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. ആയതിനാൽ കരിയാപ്പല ഇല ഇടുന്നില്ല, പൊടിച്ചതാണ് ഉണങ്ങി പൊടിച്ചത്. ഉണക്കി പൊടിച്ച കരിയാപ്പല പൊടി. ഓക്കെ, ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ മീൻ വറുത്തത് റെഡിയായി പൊരിഞ്ഞ് ഇരിക്കുന്നത്. ഇനി അതെടുത്ത് കഴിച്ചാൽ മതി പ്ലേറ്റിലിട്ട്. എങ്ങനെയുണ്ട്? വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊള്ളാം അല്ലേ? ഇനി തിന്ന് നോക്കട്ടെ. അടുത്തത് മീൻ വറ്റിച്ചതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. കൊള്ളാം അല്ലേ? തിളയ്ക്കുന്നു. എല്ലാം കറക്റ്റാണ്. എൻ്റെ ഫേവറേറ്റാണ് മീൻ വറ്റിച്ചത്. അതും വേളൂരി മീൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. എൻ്റെ ഫേവറേറ്റ് ഫിഷാണ്. ഫേവറേറ്റ്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കണം. വെച്ചിട്ട് എനിക്ക് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്, കൊള്ളാമോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ഞങ്ങളുടെ മീൻകറി കണ്ടല്ലോ. മീൻ തോരൻ, മത്തിക്കറി, മത്തി വറുത്തത്. ചിന്താവിഷ്ടയായ ശ്യാമളം കിടന്നുറങ്ങുന്നത് കണ്ട TV കണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. മീൻകറിയുടെ മണം കേട്ട് മത്തടിച്ച് ഉറങ്ങിപ്പോയിന്ന് അമ്മ പറയുക. ഈ വീഡിയോ കണ്ടുകൊണ്ട് ഉറങ്ങിപ്പോയി. അച്ഛൻ കഴിക്കാൻ പോവാണ്. നമ്മൾ മീൻ മേടിച്ച് കഴിഞ്ഞു. അച്ഛൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. അച്ഛാ, എങ്ങനെയുണ്ട് അച്ഛാ? സൂപ്പർ. ഏതാ സൂപ്പർ? മീൻകറി. ഉപ്പില്ലേ? ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ടിട്ട് തിന്നാ. ഉപ്പ് മാറ്റി, ഉപ്പൊന്നും കാണിക്കരുത്, പാകത്തിന്. പോയത്. അച്ഛ, എങ്ങനെയുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മീൻകറി ഇന്നത്തെ? സൂപ്പർ. അമ്മ കഴിക്കാൻ പോകുന്നു. അമ്മയുടെ റിവ്യൂ നോക്കാം. ആദ്യമേ സ്പീഡ്. ഓക്കെ ഗൈസ്, അമ്മ ടേസ്റ്റർ കഴിച്ച് നോക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട്? നല്ല മീന, നല്ല രുചിയുണ്ടല്ലേ? നല്ല രുചി, മീനും നല്ല. ഓക്കെ, മീൻ മത്തി. പിന്നെ മത്തി നമ്മൾ മേടിച്ചത് മത്തിയായിരുന്നു. മത്തി അങ്ങനെ ഉറക്കയല്ല കാണിക്കുന്നത്, നേരെ പിടി. ആ, മത്തി വറുത്തത്. ഓക്കെ, അടുത്തത് മീൻ കറി വെച്ചത്. നല്ല മത്തി മീനാണോ? ഓക്കെ, നല്ല മത്തി മീൻ. അഭിനയിക്ക്, മുഖത്തൊക്കെ കാണട്ടെ എക്സ്പ്രഷൻ. അത് കഴിഞ്ഞ് മീൻ കറി നോക്കാം. ഇഞ്ചി തിന്ന് കുരങ്ങനെ പോലെ വെക്കാതെ. ആ, മത്തി മീൻ അടിപൊളിയാണ്. എക്സ്പ്രഷൻ ഒന്നും ഇല്ലയോ? എല്ലാം നല്ല. എല്ലാം ഇതെല്ലാം കൂടെ എങ്ങനെ ഉരുട്ടിട്ട് ഇങ്ങോട്ട് കാണിക്കണേ. എന്താ ആ, നിങ്ങൾ കഴിച്ചു നോക്ക. എന്തിയാ കുഴക്കി? ഇനി പ്രേക്ഷകർക്ക് കൊടുത്തേ. ഉണ്ടയാക്കിയിട്ട് ഒരിച്ചിരി കറി വെച്ചത്, ഒരിച്ചിരി വറുത്തത്, ഒരിച്ചിരി പറ്റിച്ചത്.
ഉരുട്ടയാക്കി ഉരുളയാക്കി പ്രേക്ഷകർക്ക് കൊടുക്കാം. കഴിച്ചോളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. പിന്നെ മറക്കാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നേക്കരുതേ. ഇനി അടുത്ത വീഡിയോ കാണുന്നതും വരേക്കും നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.